ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാരിലെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങളും മറ്റും നമുക്ക് നോക്കാം. ഇദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1924 വരെയുള്ള കാലഘട്ടമാണ്. ഇനി 1886 ഇദ്ദേഹം കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തി. ശ്രീമൂലം തിരുനാൾ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് ഈ കണ്ടെഴുത്ത് പ്രക്രിയ കുറച്ചും കൂടെ വേഗത്തിലാക്കിയത്. അപ്പോൾ കണ്ടെഴുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഭൂമി നേരിട്ട് കണ്ട് അളന്ന് തിട്ടപ്പെടുത്തി അതിന് കരം ചുമത്തി കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ കണ്ടെഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 1886 ആ പ്രോസസ്സിൽ വേഗം പൂർത്തിയാക്കുകയും കണ്ടെഴുത്ത് വിളംബരം പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. ഇനി മറ്റൊന്നാണ്, ശ്രീമൂലം തിരുനാളിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഭരണ മുന്നേറ്റമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആരംഭം എന്ന് പറയുന്നത്. 1888 മാർച്ച് 30-നാണ് ഒരു നിയമനിർമ്മാണ സഭ അഥവാ ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചത്. അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളിൽ മൈസൂരിനൊഴികെ ബാക്കി ഒരിടത്തും ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടായിരുന്നില്ല. മൈസൂരിൽ 1881 ഒരു റെപ്രസെന്റേറ്റീവ് അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറൊരു നാട്ടുരാജ്യങ്ങൾക്കും ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ടായിരുന്നില്ല. നാട്ടുരാജ്യങ്ങളിൽ ആദ്യമായിട്ടൊരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നത് തിരുവിതാംകൂറിലാണ്. 1888 മാർച്ച് 30-നാണ് ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ ദിവാൻ ടി രാമറാവുവിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കൗൺസിൽ എന്ത് ചെയ്തത്, തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഇതിലുണ്ടായിരുന്ന അംഗങ്ങൾ എന്ന് പറയുന്നത് 8 പേരാണ്. 8 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമേണ ഇതിലെ അംഗസംഖ്യയ്ക്ക് മാറ്റം വരുന്നുണ്ട്. 1898 അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയുണ്ടായി. കുറഞ്ഞത് 8ഉം കൂടിയത് 15ഉം അംഗങ്ങളൊക്കെ ആയിട്ട് പിന്നീട് മാറി. പിന്നീട് അത് കഴിഞ്ഞ് കുറച്ചും കൂടി കാലങ്ങൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അംഗസംഖ്യയിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇനി അങ്ങനെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചു. അതങ്ങനെ നിലനിൽക്കെ തന്നെ 1904 ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടു, അഥവാ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. അപ്പോൾ ശ്രീമൂലം പോപ്പുലർ അസംബ്ലി അല്ലെങ്കിൽ ശ്രീമൂലം പ്രജാസഭ രൂപം കൊണ്ടു. ഈ ഒരു ശ്രീമൂലം പ്രജാസഭ ആ ഒരു പേരിൽ നമുക്കുണ്ട്, പ്രജാസഭ അല്ലെ. അപ്പോൾ ഈ പ്രജാസഭ എന്ന് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അതിൽ ആരൊക്കെയായിരിക്കും അംഗങ്ങൾ? സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന വ്യക്തികൾ ഒക്കെയായിരുന്നു ശ്രീമൂലം പ്രജാസഭയിൽ അംഗങ്ങളായിരുന്നത്. അപ്പോൾ ഈ ഒരു സഭയ്ക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളിൽ ഉള്ള ഒരു വിഭാഗത്തെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത സെന്റൻസിൽ നമുക്ക് കാണാം, 1922 ആക്ട് പ്രകാരം കൗൺസിലിന്റെ അംഗസംഖ്യയൊക്കെ 50 മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓർത്തിരിക്കേണ്ട 2 കാര്യങ്ങൾ. 1888 മാർച്ച് 30-ന് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആരംഭിച്ചു. ആരുടെ നേതൃത്വത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവാൻ ടി രാമറാവുവിന്റെ നേതൃത്വത്തിലാണ്. ഇനി ഈ ഒരു ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്നത് 1904 ഒക്ടോബർ 22-നാണ്. 1904 ഒക്ടോബർ 22-ാം തീയതിയാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ മീറ്റിംഗ് നടന്നത്. തിരുവനന്തപുരത്തെ ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാൾ, അതായത് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ, പഴയ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു ആദ്യ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യത്തെ യോഗം നടന്നത്. അപ്പൊ ഇതിൽ പങ്കെടുത്തത് എത്ര പേരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 88 പേരാണ് പങ്കെടുത്തത്. വിക്ടോറിയ ജൂബിലി ടൗൺ ഹാള് പണി കഴിപ്പിക്കുന്നതും ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഇനി ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. ആരാണ്? മേരി പുന്നൻ ലൂക്കോസ്. ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് മേരി പുന്നൻ ലൂക്കോസ്. ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ ആദ്യ പട്ടികജാതിയിൽപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യങ്കാളിയാണ്. ഇദ്ദേഹം തുടർച്ചയായി 28 വർഷക്കാലത്തോളം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു. ഇനി അപ്പോൾ നമ്മൾ ശ്രീമൂലം പ്രജാസഭ കണ്ടു, ലെജിസ്ലേറ്റീവ് കൗൺസിൽ കണ്ടു. ഇനി അടുത്ത ഒന്നാണ് വോട്ടവകാശം. അപ്പോൾ അന്ന് വോട്ടവകാശം ലഭിച്ചിരുന്നു, പക്ഷെ അതിന് കുറച്ച് നിബന്ധനകൾ ഉണ്ടായിരുന്നു. അതായത് ഇത്ര രൂപ കരമടയ്ക്കുന്നവർക്ക് മാത്രമാണ് വോട്ടവകാശം എന്നുള്ള രീതിയിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. 50 രൂപ വാർഷിക ഭൂനികുതിയാണ്. ഒരു വർഷം 50 രൂപ ഭൂനികുതി കൊടുക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവകാശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വർഷം 2000 രൂപയിൽ കുറയാതെ വാർഷിക വരുമാനം, 2000 രൂപയിൽ കുറയാതെ വാർഷിക വരുമാനം ഉള്ളവർക്കും എന്ത് ചെയ്യാനുണ്ടായിരുന്നു? വോട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിരുന്നു. അതുപോലെ സ്ത്രീകൾക്കും സമ്മതിദാന അവകാശം ഉണ്ടായിരുന്നു. പക്ഷേ
വോട്ട് ചെയ്യുന്നവര് വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഓർക്കാം നമുക്ക് 50 രൂപ ഭൂനികുതി ഒരു വർഷത്തിൽ കൊടുക്കുക, 2000 രൂപയിൽ കുറയാതെ വാർഷിക വരുമാനം എന്ന് പറയുമ്പോൾ അത് വളരെ കുറച്ച് പേർക്കാണ് അന്നത്തെ കാലഘട്ടത്തിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്ന ജനസംഖ്യയുടെ വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് വോട്ട് ചെയ്യുമായിരുന്നുള്ളൂ. മറ്റ് ഭരണ പരിഷ്കാരങ്ങളും നോക്കാം. 1891-92 കാലയളവിലാണ് നഗര സംരക്ഷണ വികസന നിയമം കൊണ്ടുവന്നത്. എന്താണ് 1891-1892 നഗര സംരക്ഷണ വികസന നിയമം കൊണ്ടുവന്നു. ഈ ഒരു സംരക്ഷണ വികസന നിയമത്തിന് പ്രകാരം നഗരനിധി ഏർപ്പെടുത്തുകയും നഗരവികസന സമിതികളൊക്കെ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ തുടങ്ങിയവ സംരക്ഷിത നഗരമാക്കി കൊണ്ടുവരികയും ഈ ഒരു നഗരത്തിന്റെ ഭരണം, അതിന്റെയൊക്കെ നിയന്ത്രണം ഡിവിഷൻ പോസ്റ്റ്കാർമാരെയാണ് ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ 1891-1892 നഗര സംരക്ഷണ വികസനം കൊണ്ടുവന്നു. ഇനി അടുത്തതില് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിലേക്ക് വരുമ്പോഴത്തേക്കും പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി കേട്ടോ. പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. വിദ്യാഭ്യാസ ചട്ടങ്ങളും നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. ഇത് മാത്രമല്ല, ഇദ്ദേഹം ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മറ്റ് ഏജൻസികൾ, അതായത് പ്രൈവറ്റ് വ്യക്തികൾ, അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട ധനസഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. അതാണ് വിദ്യാഭ്യാസം കാര്യത്തിൽ നമുക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കുകയും വിദ്യാഭ്യാസ ചട്ടങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. നമ്മൾ പറഞ്ഞു വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ നിർമ്മിച്ചത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ്. ഇനി മറ്റൊന്നാണ്, വഴിതെറ്റിപ്പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദുർഗുണ പരിഹാര പാഠശാല നിർമ്മിക്കുകയുണ്ടായി ഇദ്ദേഹം. അയിത്ത ജാതിയിൽപ്പെട്ടിരുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രവേശനം നൽകി. അപ്പോൾ ശ്രീമൂലം തിരുനാളിന്റെ ഒരു പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരമാണ് ഒന്ന്, പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി. പിന്നെ അയിത്ത ജാതിയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ ഗവൺമെന്റ് സ്കൂളുകളിൽ പ്രവേശനം നൽകി. അതുമാത്രമല്ല, ഇത്തരത്തിൽ വിദ്യാഭ്യാസം നേടി പുറത്തു വരുന്നവർക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജോലി നൽകാനും തീരുമാനമായിരുന്നു. പിന്നെ മറ്റൊന്നാണ് ഗ്രന്ഥശാലകൾ, സാങ്കേതിക വിദ്യാലയങ്ങൾ, പുരാവസ്തു വകുപ്പ്, അങ്ങനെയുള്ള കോളേജുകൾ, ആയുർവേദ കോളേജ്, ലോ കോളേജ് തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ആരംഭിക്കുകയുണ്ടായത്. 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. ഏത് വർഷമാണ്? 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവായിരുന്നു. ഇനി തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നത് 1904 തിരുവിതാംകൂറിൽ ആദ്യ റെയിൽവേ ലൈൻ വന്നത് 1904 നമ്മൾ കണ്ടു അല്ലേ? 1904 ശ്രീമൂലം പ്രജാസഭയും വന്നിട്ടുള്ളത്. അപ്പൊ 1904 ഇത് വരുമ്പോഴത്തേക്കും ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. ഇനി 1896 ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കിയിട്ടുണ്ട് ഇദ്ദേഹം. ഇനി 1891 മലയാളി മെമ്മോറിയൽ, 1896 ഈഴവ മെമ്മോറിയൽ തുടങ്ങിയവയെല്ലാം സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമൂലം തിരുനാളിനാണ്. അപ്പോൾ ശ്രീമൂലം തിരുനാള് രാമവർമ്മ അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടെഴുത്ത് വിളംബരം പുറപ്പെടുവിക്കുകയുണ്ടായി. കൃഷിഭൂമിയും മറ്റും കണ്ട് അളന്ന് തിട്ടപ്പെടുത്തി കരമേർപ്പാടാക്കി കൊടുക്കുന്ന കണ്ടെഴുത്ത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു അഭിവൃദ്ധി തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ നഗരവികസനത്തിനും ഹോസ്പിറ്റലുകളുടെ വികസനത്തിനും വിദ്യാഭ്യാസ മേഖലയിലും എല്ലാം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ് 1908 സ്ഥാപിച്ച കൃഷി വകുപ്പ്. ഈ വകുപ്പിൻ പ്രകാരം ജലസേചന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹം ചെയ്യുകയുണ്ടായി. ഇതിൽ കോതയാറാണ് നിർമ്മിക്കുന്നതെല്ലാം ഇതിൽ പെടുന്നതാണ്. ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തുമായിട്ട് മാതൃക കൃഷിത്തോട്ടങ്ങൾ നിർമ്മിച്ചു. ഈ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് കോതയാർ അണയുടെ നിർമ്മാണമൊക്കെ തുടങ്ങിയത്. അതുപോലെ കാർഷിക വായ്പകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയും അതിൻ പ്രകാരം ഒക്കെ വായ്പകൾ നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ശ്രീമൂലം തിരുനാളിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ. നമുക്കിതിൽ പ്രധാനപ്പെട്ട വർഷങ്ങളും പ്രധാന പരിഷ്കാരങ്ങളും ഒന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ.
ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1885 ടു 1924. 1886 കണ്ടെഴുത്ത് വിളംബരം. 1888 മാർച്ച് 30 ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആരംഭം. 1904 ശ്രീമൂലം പോപ്പുലർ അസംബ്ലി. ശ്രീമൂലം പോപ്പുലർ അസംബ്ലിയിലേക്ക് ആദ്യമായിട്ട് സെലക്ട് ചെയ്ത വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേരി പുനലൂക്കോസ്. പട്ടികജാതിയിൽപ്പെട്ട അംഗമായ ആദ്യ വ്യക്തി അയ്യങ്കാളി. പിന്നെ നമ്മൾ വോട്ട് ചെയ്യുന്നവരുടെ ആ ഒരു കണ്ടീഷനൊക്കെ പറഞ്ഞിരുന്നു. 50 രൂപ ഭൂനികുതി കൊടുക്കുന്നവര്, 2000 രൂപയിൽ കുറയാതെ വാർഷിക വരുമാനമുള്ളവർക്കൊക്കെയാണ് വോട്ടവകാശം ലഭിച്ചിരുന്നത്. 1891 1892 നഗര സംരക്ഷണ വികസന നിയമങ്ങള്. പിന്നീട് നമുക്ക് വർഷങ്ങൾ വരുന്നത് 1919 പൗരസമത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ രാജാവ്. 1904 തിരുവിതാംകൂറിൽ ആദ്യ റെയിൽവേ ലൈൻ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു. 1896 ജന്മികുടിയാൻ റെഗുലേഷൻ. 1891 മലയാളി മെമ്മോറിയൽ. 1896 ഈഴവ മെമ്മോറിയൽ. അപ്പോൾ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ 1908 കാർഷിക വകുപ്പ്. ഇത്രയുമാണ് നമുക്ക് ശ്രീമൂലം തിരുനാൾ രാമവർമ്മയുടെ പ്രധാന ഭരണ പരിഷ്കാരങ്ങളും മറ്റും. താങ്ക് യു.